ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൺറൂഫ് നോട്ട് വർക്കിംഗ് ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ അവിടെ സ്പേസ് കാണുന്നതുണ്ടോ? ഇവിടെയാണ് നമുക്ക് കംപ്ലൈൻറ്റ്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിവിടുന്ന് കാണാം ഇത്രയും ഗ്യാപ്പ് അതിൻ്റെ സൺറൂഫ് ഫ്രെയിൽ വരുന്നത്. മെക്കാനിസം വളരെ സിമ്പിളാണ്. നോക്കുമ്പോൾ ഈ സൈഡിലെ ഫ്രെയിം ഇത്രയും പ്ലേ ഉണ്ട്. അതായത് ഇതിൻ്റെ ഡ്രൈവ് വരുന്നൊരു കേബിളാണ്, ഗിയർ ടൈപ്പ് കേബിളാണ് വരുന്നത്. കണ്ടോ, റൈറ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് ലോഡാകുന്നുണ്ട്. നമുക്ക് ആ ഗ്യാപ്പ് ശ്രദ്ധിച്ചറിയാം. എൻ്റെ ഒരു വിരൽ കടന്നു പോകുന്ന അത്രയും ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അതായത് ഈ സൺറൂഫ് അവിടെ ലോക്ക് ആവുന്നില്ല, അവിടെ അത്രയും പ്ലേ നിൽക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത്. ഇതിപ്പോൾ കേബിൾ ബ്രോക്കായിട്ടില്ല എന്തായാലും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തോ സ്റ്റോപ്പർ പുഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാനാണ് ചാൻസ്. കാരണം ഇതാണ് ഡ്രൈവ് കൊടുക്കുന്ന കേബിളിൻ്റെ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ആ ഡ്രൈവ് കേബിൾ പോകണത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു കേബിൾ പൊസിഷനാണ് കാണാം. ഇതിൻ്റെ സ്റ്റോപ്പർ കേബിളാണ്. ഇത് ഫിക്സഡ് ആയിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ലൈനായിരിക്കും ഡ്രൈവ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഴിച്ച് നോക്കാനാണെങ്കിൽ ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ ഫുൾ അവർ റിവേറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് അഴിച്ചതിൻ്റെ പ്രോപ്പർ കംപ്ലൈൻറ്റ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ വണ്ടി ഇന്ന് വാറണ്ടി പീരീഡിലായതുകൊണ്ട് നമ്മളിത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ സൺറൂഫിൻ്റെ ഫുൾ ഇതാണ് സൺറൂഫിൻ്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നത്. ഇതാണ് സൺറൂഫിൻ്റെ വാട്ടർ ഔട്ട്ലെറ്റ്. മഴ പെയ്യുമ്പോൾ ഇതിലൂടെയാണ് വെള്ളം പുറത്തേക്ക് വീണത്. നോക്കൂ, നമ്മുടെ സൺറൂഫ് ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലോക്കായി സീറ്റ് ആകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.